ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് 2023 മെയ് മാസം 6-ാം തീയതിയാണ്. ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും ഒരു സഹോദരനുമാണ് താമസിക്കുന്നത്. വർഷങ്ങളായി അമ്മയും മക്കളും ആരാണെന്ന് തന്നെ തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം നിരന്തരം പീഡനങ്ങളും മർദ്ദനവും. പീഡനം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട്, മാനസികമായിട്ട്, അങ്ങനെ ഒരു യുദ്ധക്കളമായിരുന്നു എൻ്റെ ഭവനം. അപ്പോൾ ഓരോ ദിവസവും ഞാൻ എൻ്റെ ജീവൻ എങ്ങനെ കൊടുക്കണം എന്ന് ആലോചിച്ചിരിക്കും. ഒരു ദിവസം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യണത്. ഞാൻ ജനറൽ സർജറി വിഭാഗത്തിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. എനിക്ക് മനസ്സമാധാനം എന്ന് പറയുന്നതില്ല. ഞാൻ അൺമാരീഡാണ്. എൻ്റെ 2 സഹോദരിമാർ, അവരെ വിവാഹം ചെയ്തു, അവർ വേറെ താമസിക്കുന്നു. കണ്ണ് ഏതാണ്, മൂക്ക് ഏതാണ്, ചെവി ഏതാണെന്ന് അറിയാൻ പാടില്ലാതെയുള്ള നിസ്സാരമായ കാര്യങ്ങൾക്കുള്ള അടികളാണ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനമെടുത്തു. എന്നാൽ വൈക്കം കായലിൽ തന്നെ ചാടാം എന്ന് തീരുമാനമെടുത്ത്, രാവിലെ ബോട്ടിൽ കയറിയിട്ട് ചാടാമെന്നുള്ള തീരുമാനമെടുത്തിച്ച് ഞാൻ കിടന്നുറങ്ങി. വെളുപ്പിന് 2:30 ആയപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, ഈശോയും മാതാവും എൻ്റെ മുമ്പിൽ കൂടി നടന്നു പോകുന്നു. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് സമയം നോക്കിയപ്പോൾ 2:30. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശോയും മാതാവും എന്നെ രക്ഷിക്കാൻ വരുമായിരിക്കും, അപ്പം സമാധാനത്തിൽ ഇനി കിടന്നുറങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു. സുന്ദരമായി ഞാൻ കിടന്നുറങ്ങി. നേരം വെളുത്ത് 4 മണിയായപ്പോൾ എഴുന്നേറ്റ് പാചകമൊക്കെ തുടങ്ങി ജോലിക്ക് പോയി. ബസ്സിലിരുന്നപ്പോൾ എനിക്ക് തോന്നി ഒന്ന് യൂട്യൂബ് ഒന്ന് നോക്കാമെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൃപാസനത്തിലെ ഒരു അച്ഛൻ്റെ ഒരു ധ്യാനത്തിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് നോക്കി ആ അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു മനസ്സമാധാനം കിട്ടി. അന്ന് തന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ ഈ കൃപാസനം പത്രമൊക്കെ എൻ്റെ മുമ്പിൽ, കോട്ടയം മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ഒത്തിരി പത്രം കണ്ടുപോകുന്നതാണ് ഞാൻ. അന്ന് തിരിച്ചു പോരുന്നപ്പോൾ ഞാൻ കയറിയ ബസ്സിൽ എല്ലാ സീറ്റിലും ആളുണ്ട്, ഒരു സീറ്റ് കാലിയായിട്ട് കിടക്കുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പുതിയ പത്രം മടക്കി വെച്ചിരിക്കുന്നു. അത് ഞാൻ എടുത്തു. അത് ഞാൻ അവിടെ തൊട്ട് വീട് വരെയും വായിച്ചു. അന്ന് രാത്രിയിൽ വായിച്ചു, സമാധാനം കിട്ടി. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പറയാതെ ജോലിക്ക് പോകുന്ന രീതിയിലാണ് എൻ്റെ ഒരു സഹപ്രവർത്തകയായിട്ട് ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇതൊന്നും അല്ല ആൾ, ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു തിരക്കാരൻ. എന്താണ് ഉടമ്പടിയൊന്നും എനിക്കറിയത്തില്ല. ഉടമ്പടിയെക്കുറിച്ച് ഇവിടെ നിന്നവരോടൊക്കെ ചോദിച്ച് ഞാനും എടുത്തു ഉടമ്പടി. ആദ്യമായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അപ്പച്ചയുടെ മകൾക്ക് 2 കിഡ്നിയും ഫെയിലായിരുന്നു. അത് ഞാൻ അറിഞ്ഞുണ്ട്. പത്രവും എടുത്ത് ഉടമ്പടി തൈലവുമായി ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇതാണ് അസുഖമെന്നറിഞ്ഞിട്ട് ആ സഹോദരി ഉറക്കമില്ലായിരുന്നു. രാത്രിയിൽ ഒരു 8-10 പ്രാവശ്യമൊക്കെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ ഇന്നലെ കൃപാസനത്തിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഉടമ്പടി തൈലമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, രോഗശാന്തി കിട്ടും. ഞാൻ ആ മകൾക്ക് നടുവിനതൊന്ന് പുരട്ടി കൊടുത്ത്, ആ രാത്രിക്ക് 8-10 പ്രാവശ്യം മൂത്രം ഒഴിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ ഒഴിച്ചില്ല. 8 മണിക്ക് എഴുന്നേറ്റപ്പോഴാണ് പുള്ളിക്ക് മൂത്രം പോയത്. നടുവിൽ നിന്ന് എന്തോ ഒരു ഭാരം നീങ്ങിപ്പോയെന്ന് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് മാതാവ് ഈശോയും കൂടി പുതിയ കിഡ്നി തന്നിട്ടുണ്ട്, ഇനി ഡോക്ടർ പറയണ ദിവസം ചെന്ന് ഒരു ചെക്കപ്പ് നടത്താൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ആ പള്ളി ഏതാ, എന്നെ ഒന്ന് കൊടുക്കും. ഞാൻ പറഞ്ഞു, ഡോക്ടർ എടുക്ക ചെന്നിട്ട് ഡോക്ടർ എന്ത് പറയണമെന്ന് അറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ ദിവസം ചെന്ന് വീണ്ടും ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ഈ സഹോദരിക്ക് ആ കിഡ്നിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല, പൂർണ്ണമായിട്ടുള്ള 2 കിഡ്നിയും. അപ്പോൾ ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ തീർത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു മാസം 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ ഷുഗറൊക്കെ വന്ന് പഴുത്ത്
വലിയ വ്രണമായിട്ടുള്ള കാലുകളൊക്കെയാണ് വരുന്നത്. 6 കാലും AK ആംപുട്ടേഷൻ ചെയ്യുന്നത്, അതായത് മുട്ടിന് മേലിൽ വെച്ച് മുറിക്കണമെന്ന് പറഞ്ഞ് കാല്. ഇവരുടെയൊക്കെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി തൈലം എൻ്റെ കൈവശമുണ്ട്, ആ തൈലം കൊണ്ടുവന്ന് ഞാൻ കുരിശ് വരക്കാം. എന്നിട്ട് നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കണം, ഈശോയോടും പറയണം, ഈ കാല് മുറിക്കാതെ പൂർണ്ണ സൗഖ്യം തന്നാൽ ഞങ്ങൾ അവിടെ വന്ന് ഉടമ്പടി എടുക്കാം, ഞങ്ങളവിടെ വന്നോളാം, നിങ്ങളൊന്ന് സങ്കല്പിക്കാൻ പറഞ്ഞ്. അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് 6 പേഷ്യൻ്റെ കാല് മുറിക്കാതെ ഈശോ പൂർണ്ണ സൗഖ്യം തന്നു. അതിലൊരാളുടെ കാല് എനിക്ക് മാതാവ് ഒരു ബോധ്യം തന്നായിരുന്നു. ഇവർ കൺസെൻ്റൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞ് തിയേറ്ററിൽ ഇവരെ വെള്ള വസ്ത്രമായിട്ട് കയറ്റും. അത് കഴിഞ്ഞ് അവരെ തിരിച്ച് ഈ 2 കാലുമായിട്ട് തന്നെ ഇറക്കുമെന്ന്. അപ്പോൾ ഇവരോട് ഞാനിതോട് പറഞ്ഞു, അല്ല ഞങ്ങൾക്ക് ഓപ്പറേഷൻ ഞാൻ പറഞ്ഞിരിക്കണതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല, നിങ്ങളുടെ ഒറ്റ വേഷത്തിൽ വെള്ള വസ്ത്രത്തിൽ നിങ്ങൾ കയറും, തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ 2 കാലും ഉണ്ടായിരിക്കും. അതാണ് കൃപാസന അമ്മ അവിടെ വരും, പൂർണ്ണ സൗഖ്യം തരും, ഈ കാല് മുറിക്കുകയല്ലെന്ന് ഉറപ്പ് ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അവരിറങ്ങിയപ്പോൾ അവരുടെ 2 കാലുമായിട്ടാണ് തിരിച്ചിറങ്ങിയത്. അവരിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കാരുണ്യ പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാൻ വൃദ്ധസദനത്തിലൊക്കെ പോയി എന്നെക്കൊണ്ട് പറ്റാവുന്നത് പോലെ അവരെ സഹായിച്ചു. പിന്നെ ഒരു വലിയൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ അമ്മ വയ്യാതെ കിടന്നപ്പോൾ 86 വയസ്സുണ്ട്, ഒരു വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ ഹിന്ദുക്കളെന്ന് പറയുമ്പോഴത്തേക്ക് അവർ പിന്നെ അടുത്ത പണി ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്നൊരു നോക്കാൻ പോക്കുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ അമ്മയുടെ സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിമാരും എൻ്റെ സഹോദരങ്ങളും കൂടി വീട് വൃത്തിയാക്കൽ തുടങ്ങി. എനിക്ക് വീട് പ്രളയത്തിൽ പോയ വീടാണ്, വീട് വാസയോഗ്യമല്ല, ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ അറിയാതെ ഇപ്പോഴും അവിടെ പണിക്കാരുണ്ട്, പണിയൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ അമ്മ മരിക്കുമ്പോഴത്തേക്ക് വീട് പരിസരം വൃത്തിയായി കിടക്കാൻ വേണ്ടിയിട്ട് അവർ വൃത്തിയാക്കാൻ ആളെയൊക്കെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, 1 രൂപ എടുത്ത് അമ്മയുടെ തലക്കൊഴിഞ്ഞ് മാറ്റി വെക്കണം, അത് എൻ്റെ അമ്മയുടെ ജീവൻ പെട്ടെന്ന് പോകാനാന്ന് പറഞ്ഞ്. അത് കേട്ടപ്പോൾ ഞാൻ കൃപാസനം മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, എനിക്കാരുമില്ല, എൻ്റെ അമ്മയുടെ ജീവൻ സമയമായെങ്കിൽ അവിടെ നിന്ന് എടുക്കണം, അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ അമ്മയെ കൊണ്ടുപോകരുതും, എൻ്റെ അമ്മ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോടും ഈശോയോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭാഷ എൻ്റെ അതരത്തിൽ വന്നു. അമ്മ 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 എന്നാണ് എനിക്ക് കിട്ടിയത്. അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് മാതാവ് തന്നത്. 100 വയസ്സെന്ന് എനിക്കെൻ്റെ മനസ്സിൽ ബോധ്യം തന്ന്. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടി, നല്ല മിടുക്കിയായിരിക്കുന്നു. സെപ്റ്റംബർ മാസമായിരുന്നു പറഞ്ഞിരുന്ന ഡേറ്റ്, ഇതിപ്പോൾ ഒക്ടോബറായി, നവംബറായി, ഡിസംബറായി. എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ കണ്ടിട്ട് എനിക്കിത് ഈ സാക്ഷ്യം പറയണം, എൻ്റെ അമ്മയുടെ സാക്ഷ്യം പറയണം എന്ന് കണക്കിലെടുത്ത് ഞാൻ വന്നതാണ്. കാരുണ്യ പേശുന്ന പ്രവർത്തനം എന്ന് പറയുമ്പോൾ പത്രം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ കൊണ്ട് നടന്ന് കൊടുക്കുമായിരുന്നു, വീടുകളിലെത്തിക്കുമായിരുന്നു. പിന്നെ ഞാൻ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതുപോലെയുള്ള പേഷ്യൻറ്റുകളല്ലേ വരുന്നത്, ക്യാൻസർ പേഷ്യൻ്റുണ്ട്, അവർക്കൊക്കെ ഞാൻ ഇത് പത്രം കൊടുക്കും. എന്നെക്കൊണ്ട് കഴിയാവുന്നത്ര സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുണ്ട്. 26 വർഷമായിട്ട് കിടന്ന ഒരു സഹോദരനെയും കൊണ്ട് അതിൻ്റെ ജീവിത പങ്കാളി 3 വിരൽ മുറിച്ചു, 2ാമത്തെ വിരലും കൂടി മുറിക്കാനായിട്ട് എൻ്റെ അടുക്ക് കൊണ്ടുവന്നു. അവർ 26 വർഷമായിട്ട് ആ സഹോദരൻ കിടപ്പിലാണ്. എൻ്റെ മുറിയിൽ കൊണ്ടുവന്നപ്പോൾ സാറ് പറഞ്ഞാൽ 2 വിരൽ കൂടി എടുക്കണം, അതുകൊണ്ട് മൈനറിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. ഞാൻ ഈ കാലിട്ടൊന്ന് നോക്കി, കുറച്ച് നേരം നോക്കി നിന്നപ്പം അമ്മ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നോട് ആ കാലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സാർ ഇത് പറഞ്ഞിട്ട് എഴുതി വെച്ചു.
ഇവരെ മൈനറിലേക്ക് വിടാൻ നേരത്ത് ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, സഹോദരി, ഞാൻ ഈ സഹോദരൻ്റെ കാലയിൽ കൃപാസനത്തെ തൈലം എൻ്റെ കയ്യിലുണ്ട്, ഞാനൊരു കുരിശ് വരച്ചോട്ടെ, വിരോധമുണ്ടാന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞത്, സിസ്റ്റർ നോക്കിയപ്പോഴത്തേക്ക് ആ നോട്ടം സിസ്റ്റർ അല്ല നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായി, ഏതോ ഒരു ശക്തിയാണെന്ന് എനിക്ക് തോന്നി, സിസ്റ്റർ വരച്ചോളാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു കുരിശ് വരച്ചിട്ട്, അമ്മ മാതാവേ ഈ 2 പേരിലും കൂടി എടുക്കാൻ സമ്മതിക്കരുത്, ഞാൻ സമ്മതിക്കുകയില്ല, അമ്മ പ്രവർത്തിക്കണം എന്നും പറഞ്ഞ് ഞാൻ വിട്ടു. എന്നോട് നമ്പർ ചോദിച്ചു, ഫോൺ നമ്പർ. ഞാൻ പറഞ്ഞു, മോളെ നിങ്ങളുടെ നമ്പർ ഞാൻ എടുക്കാൻ സമയം കിട്ടുമ്പോൾ ഒരു മിസ് കോൾ ഇട്ട് വിട്ടേക്കാൻ പറഞ്ഞു. OPTക്ക് എത്തുന്നു ഞാൻ ഒരു നമ്പർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പോയ വഴി ഞാനൊരു മിസ് കോൾ അവർക്ക് ഇട്ടിരുന്നു. പിറ്റേ ദിവസം 10:30 ആയപ്പോൾ ഈ സഹോദരി എന്നെ വിളിച്ചു, മോളെ എനിക്ക് തിരക്കാണ്, ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സംസാരിക്കലെന്നോർത്ത് ബസ്സിൽ നിന്നിട്ട് തിരിച്ചു വിളിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞത്, സിസ്റ്റർ കുരിശ് വരച്ചതിൻ്റെ അന്ന് രാത്രിയിൽ എൻ്റെ ഭർത്താവ് കിടന്ന മുറിയിൽ നിന്ന് നടന്ന് അടുക്കളയിൽ നിന്ന് എൻ്റെ അടുക്കലേക്ക് വന്ന് 26 വർഷമായിട്ട് കിടപ്പായിരുന്നു. അങ്ങനെ ഒരു വലിയ ഒരു അത്ഭുതം ഉണ്ടായി. പിറ്റേ ആഴ്ചയിൽ അവർ ഒപ്പിൽ വന്നപ്പോൾ കാറിലല്ല വന്ന, ലൈൻ ബസ്സിന് വന്നു, സ്റ്റാൻഡിലിറങ്ങി നടന്നാണ് എൻ്റെ അടുത്ത് വന്നത്. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വിളിച്ച് ചോദിച്ചു, എന്തുകൊണ്ട് വിശേഷം എന്നറിയാൻ. ഞാൻ വിളിച്ചപ്പോൾ പറയുന്നു, ആലയിൽ ജോലി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആ 26 വർഷം തളർന്നു കിടന്ന സഹോദരന് ഈ ഉടമ്പടി തൈലം കൊണ്ട് അമ്മ മാതാവ് എഴുന്നേൽപ്പിച്ചു, ജോലിയിൽ പ്രവേശിപ്പിച്ചു. അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയത്തില്ല, പിന്നെ വിളിച്ചിട്ടില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് അമ്മ മാതാവും ഈശോയും എന്നെ വളരെയധികം സന്തോഷവതിയാക്കി നിർത്തിയിരിക്കുന്നു.